പ്രിയപ്പെട്ടവരെ, ഇന്ന് 2025 മെയ് 13 ചൊവ്വാഴ്ച വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് 2025 ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായ കൽദായ സീറോ മലബാർ സഭകൾക്ക് വേണ്ടിയുള്ള വത്തിക്കാനിലെ ജൂബിലി ആഘോഷം നടക്കുകയുണ്ടായി. വളരെ മനോഹരമായി തിരുക്കർമ്മത്തിൽ കൽദായ സഭയുടെ അധ്യക്ഷനായ കർദിനാൾ പാത്രിയാർക്ക് ലൂയിസ് സാക്കോയാണ് പ്രധാന കാർമ്മികത്വം വഹിച്ചത്. വത്തിക്കാനിൽ നടന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഉള്ളിൽ നടന്ന ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വചന സന്ദേശം നൽകിയത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. പൗരസ്ത്യ സഭകളുടെ തലവനായ കർദിനാൾ ഗുജറോത്തി കുർബാനയുടെ സമാപനത്തിൽ പൗരസ്ത്യർക്ക് വേണ്ടിയൊരു സന്ദേശവും നൽകി. കർദിനാൾ ജോർജ് കുവക്കാട്ട് പിതാവും സഹകാർമ്മികനായിരുന്നു. ഏകദേശം 15ഓളം മെത്രാന്മാർ, സീറോ മലബാർ സഭയിൽ നിന്ന് 6-7 മെത്രാന്മാരും മറ്റ് സഭകളിൽ നിന്ന്, കൽദായ സഭയിൽ നിന്നും സീറോ മലബാർ സഭയിൽ നിന്ന് അധികം മെത്രാന്മാർ, എന്നാൽ മറ്റ് പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള മെത്രാന്മാരും വളരെയേറെ അൽമായ വിശ്വാസികളും ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പരിശുദ്ധ കുർബാന പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ ഏറ്റവും ആദ്യം കത്തോലിക്ക സഭയിൽ, ക്രൈസ്തവ സഭയിൽ രൂപപ്പെട്ട അദ്ദായി മാറിയുടെ സീറോ മലബാർ കൽദായ സഭയുടെ പാരമ്പര്യത്തിലുള്ള അനാഫ്രയോട് കൂടിയ കുർബാനയാണ് കർദിനാൾ പാത്രിയാർക്കീസ് സാക്കോയുടെ നേതൃത്വത്തിൽ കുർബാന അർപ്പിച്ചത്. റാഫേൽ പിതാവ്, പരിശുദ്ധ പിതാവ്, പുതിയ പാപ്പ ലിയോ 14 മുദ്രാവാക്യം ഇൻ ഇല്ലോ ഊനോ ഊനും, അവനിൽ ക്രിസ്തുവിൽ നാം എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് പൗരസ്ത്യ സഭകളുടെ കൂട്ടായ്മയെക്കുറിച്ച്, കത്തോലിക്ക സഭയുടെ 24 സഭകളുടെ കൂട്ടായ്മയെക്കുറിച്ച് മനോഹരമായ സന്ദേശം നൽകി. എന്നിട്ട് പറഞ്ഞു, കത്തോലിക്ക സഭ 2-ാം വത്തിക്കാൻ സൂര്യദോസ് പറയുന്ന പോലെ എല്ലാ സഭകളുടെയും പാരമ്പര്യങ്ങൾ, പൈതൃകങ്ങൾ, ആരാധനാക്രമങ്ങൾ അതെല്ലാം അപങ്കരം കാത്തു സൂക്ഷിക്കുകയും കാലോചിതമായി അവതരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള നല്ല സന്ദേശമാണ് നൽകിയത്. ഇങ്ങനെ എല്ലാ പൗരസ്ത്യ സഭകളും വന്ന് ഇങ്ങനെ ഈ ജൂബിലി ആഘോഷത്തിൽ വത്തിക്കാനിൽ പങ്കെടുക്കുന്നതിൻ്റെ മനോഹാരിത, അതിൻ്റെ നന്മ, കൂട്ടായ്മ കർദിനാൾ ഗുജറോത്തിയും അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും സീറോ മലബാർ സഭയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചും ഈ കുർബാനയിൽ പങ്കെടുക്കാൻ, ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചൈതന്യത്തിൽ ജൂബിലി ആഘോഷത്തിൽ, പുതിയ പാപ്പ ലയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനും കുർബാന അർപ്പിക്കാനും സാധിച്ച് എനിക്കും വലിയ അനുഗ്രഹമായി തോന്നി. റോമിലെ വൈദികരും സന്യസ്തരും അൽമായരും ഒക്കെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാളെ മെയ് 14 ബുധനാഴ്ച പൗരസ്ത്യർക്ക് വേണ്ടി പോൾ 6 ഹാളിൽ വെച്ച് പുതിയ പാപ്പ ലിയോ 14 പാപ്പ പ്രത്യേകമായിട്ടുള്ള ഒരു ഓഡിയൻസ് നൽകിയിട്ടുണ്ട്. അതും വലിയ അനുഗ്രഹമാണ്. അടുത്ത 18 ഞായറാഴ്ചയാണ് ലിയോ 14 മാർപ്പാപ്പ സ്ഥാനാരോഹണം നടത്തുന്നത്. ഈ അവസരത്തിൽ പുതിയ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ സഭയെ, കത്തോലിക്ക സഭയെ, വളരെ പ്രത്യേകിച്ച് പുതിയ പാപ്പയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു.